കോഴികളുടെ വീഡിയോസ് എന്താ ഇടാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. കുറച്ച് തിരക്കുകളായിട്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ചെയ്യാതിരുന്നത്. അതിൻ്റെ കൂടെ ഈ കനത്ത മഴ കാരണം നമ്മുടെ കോഴികളിൽ കുറച്ച് പേരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ പോലെ വളർത്തിക്കൊണ്ടിരുന്ന കോഴികളായിരുന്നു. അവരെനിക്ക് നഷ്ടപ്പെട്ടത് ഭയങ്കര വേദന തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പിന്നിന്ന് മാറാതെ നടന്ന 2 പേരാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ മൂപ്പന്മാരെ വിളിച്ച് നമ്മുടെ മരം ഒന്ന് മുകൾ ഭാഗം മുറിച്ചു വിടാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് കോതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കൊത്തി മുറത്തേക്കേറി ഫുള്ളായിട്ട് അങ്ങ് കോതിക്കളഞ്ഞു മരം. ആ ഭാഗത്തെ ഭംഗി തന്നെ അങ്ങ് പോയതുപോലെ തോന്നിപ്പോയി. പതുക്കെ പഴയതുപോലെ തണലായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. കനത്ത മഴ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനോ എടുക്കാനൊന്നുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, മഴയെ ചൊല്ലി പനിയായിട്ടും ഒരു കോഴി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 3 കോഴികൾ ചത്തുപോയിട്ടുണ്ടായിരുന്നത്. ഗ്രാമശ്രീ കോഴികൾ നമ്മളെ മുട്ടയിടുന്ന 5 പേർക്കും ഒരു കുഴപ്പവും ഇല്ല. അത് കൂടാഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയ കോഴികളിൽ മിക്കതും പൂവൻ കുട്ടികളായിരുന്നു. അവർ വളർന്ന് മെച്ചോർഡായപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടിയിട്ട് നമ്മുടെ വെള്ള പൂവനെ കൊന്നു കളഞ്ഞു കേട്ടോ. ഈ കറുത്ത പൂവൻ, ഇപ്പോൾ തല്ലുകൂടിയ ഈ കറുത്ത പൂവനാണ് നമ്മുടെ വെള്ള പൂവനെ കൊന്നു കളഞ്ഞു. അവൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൂവൻ്റെ ഇത് പൂവനാണോ പെടയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് അത് പൂവനാണ്, 2 പൂവനാണെന്ന്. പക്ഷേ ഒരുമിച്ചിട്ടിരുന്നായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ കിടന്നതാണ്. പെട്ടെന്നൊരു ദിവസം ഈ കറുത്ത പൂവൻ എടുത്തിട്ട് ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞു. കുറച്ച് നാൾ എനിക്കും നല്ല സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത മഴയ്ക്കുള്ള ലക്ഷണമാണ്. കോഴികളെയൊക്കെ കയറ്റാൻ പോവുക തിരിച്ച്. അപ്പം കോഴികളെ ഇറക്കി നിർത്താൻ പോലും പറ്റാത്തത്രയും മഴകളായിരുന്നു.